ഡോക്ടർ ത്രിവിക്രമജി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വയനാടുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംഘം വന്നപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ പഠന റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് കൃത്യമായി സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഭൂകമ്പത്തിലേക്ക്, അല്ല ഇത്തരത്തിലുള്ള പ്രളയത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലിലേക്ക് കാരണമായത് സ്വാഭാവിക നീരൊഴുക്ക് മലമേഖലയിൽ തടസ്സപ്പെട്ടു. അവിടെ മണ്ണിടിഞ്ഞ് അവിടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ട് ആ വെള്ളം മുഴുവൻ ആ മലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി, അങ്ങനെയാണ് ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടായത് എന്ന് പറയുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള സി രാധാകൃഷ്ണൻ, അദ്ദേഹം പ്രമുഖ സാഹിത്യകാരൻ കൂടിയാണ്, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം വായിക്കാനിടയായി. ഈ ഡാമുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഡാമുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുമ്പോൾ ആ മേഖലയിൽ ആ ഭൂമിയിലേക്ക് വെള്ളം താഴേക്ക് ഇറങ്ങും. അത് സ്വാഭാവികമാണ്. ആ മേഖലയിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഭൂമിയുടെ താഴേക്ക് വെള്ളം പരമാവധി ഇറങ്ങുമ്പോൾ അത് ഭൂമിയിൽ മറ്റൊരു പ്രതിഭാസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രതിഭാസം കൂടി ഉണ്ടാകും. ഇപ്പോൾ നേരത്തെ ഡോക്ടർ CM ജോയ് കണക്ക് പറഞ്ഞു, ഇടുക്കി ജില്ലയിൽ മാത്രം 14ഓളം അണക്കെട്ടുകളാണ്. ഒരു ജില്ലയിലാണെന്ന് ഓർക്കണം, ഇടുക്കിയിൽ. സ്വാഭാവികമായും ആ മേഖലയിൽ ഇത്തരത്തിൽ വെള്ളം തടഞ്ഞു നിർത്തി, അങ്ങ് ഭൗമശാസ്ത്രജ്ഞൻ കൂടിയാണല്ലോ, സ്വാഭാവികമായി ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി ഡാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും, ഇനി ഡാമിന് ബലക്ഷയമില്ലെങ്കിൽ പോലും ആ ഭൂമിക്ക് കൂടി ഇത് പ്രശ്നമല്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഡാം വേണ്ടെന്നോ ജലസംഭരണം വേണ്ടെന്നോ ഒന്നുമല്ല, ജനങ്ങൾ അറിയാൻ വേണ്ടി, അങ്ങയുടെ അറിവ് പങ്കുവെക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് ഇത്രയധികം വെള്ളം കെട്ടി നിർത്തി ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുന്നത് ഉരുൾപൊട്ടലിനും സാധ്യതയില്ലേ ഡോക്ടർ ത്രിവിക്രമജി? വാസ്തവത്തിൽ ഞാൻ ആ പറഞ്ഞ അഭിപ്രായത്തോട് ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു തരത്തിലും അനുകൂലമായി സംസാരിക്കില്ല. ആദ്യം ആലോചിക്കേണ്ടത് വെള്ളത്തിന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 അതേസമയം നമ്മുടെ റോക്സിന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.7 അതിന് മേലെയാണ്. ആദ്യം വീണ്ടും മനസ്സിലാക്കുക, ഹിമാലയ പർവ്വതം അവിടെ ഇരിക്കുന്നുണ്ട് വടക്കേറ്റത്ത്, നമ്മളെല്ലാവർക്കും കാണാൻ പറ്റില്ല. എത്ര കിലോമീറ്റർ റൂട്ടുണ്ടെന്ന് നമ്മൾ ആർക്കും അറിഞ്ഞുകൂടാ, സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാ. മേളിൽ കാണുന്നതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് മൗണ്ട് എവറസ്റ്റ് പോലെ 7-8 കിലോമീറ്റർ ഉയരത്തിൽ ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ ഈ ഭാരം താങ്ങാനുള്ള ബലം ഭൂമിയുടെ ക്രസ്റ്റൽ റോക്സിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ ശാസ്ത്ര സത്യം. അതായത് വെള്ളം എത്ര പക്രാനങ്കൽ നമ്മൾ ആദ്യം ഞാനെല്ലാം സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കാലത്ത് പണിതീർന്ന ഒരു ബൃഹത്തായ അണക്കെട്ടാണ്. ആ പ്രദേശത്തിൻ്റെ വൃഷ്ടിപ്രദേശത്തെ വെള്ളവും ശേഖരിക്കുന്ന നിർത്തുമെന്ന് മാത്രമല്ല, ഇന്ത്യയിലൊരു ഒരു ഏഷ്യയിൽ തന്നെ ഒരു എക്സാമ്പിളായിരുന്നു. ആ നദി വാസ്തവത്തിൽ അവിടെ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഭൂമിയുടെ ക്രസ്റ്റൽ റോക്സിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വളരെ സിമ്പിളാണ്. താഴോട്ട് പോകും തോറും ഭൂമിയിൽ ഉപരിതലത്തിൽ നിന്ന്, ഇവിടെ ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയുടെ താഴെ തന്നെ താഴോട്ട് പോകും തോറും ഈ സുഷിരങ്ങളുടെ അളവും സുഷിരങ്ങളുടെ വലിപ്പവും ഇല്ലാതാവുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വയനാടിലെ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞതുപോലെ വെള്ളം സോയിൽ വഴി താഴോട്ട് സീപ്പ് ചെയ്ത് ആ സോയിൽ റോക്ക് ഇൻ്റർഫേസിൽ പോയിട്ട് അവിടുത്തെ ചേറിൽ അതിനെ ഒരു ലൂബ്രിക്കേറ്റ് ചെയ്ത് ആണ് അവിടെ ഇതുണ്ടാവുന്നത്. അതുപോലെ ഇതിന് താഴെയാണ് വാസ്തവത്തിൽ വെള്ളത്തിന് പോകാൻ പറ്റില്ല. ആ വെള്ളം നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർ മനസ്സിൽ കരുതുന്നത് പോലെ സ്പെഷ്യലൈസ്ഡ് നോളജ് ഇല്ലാത്ത, അത് ക്ഷമിക്കണം ഞാൻ വാക്ക് ഉപയോഗിക്കുന്നതിന്, താഴോട്ട് വെള്ളം പോകുന്ന പ്രശ്നമില്ല. അതായത് വെള്ളം ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറിൽ 145 135 അടി വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വെള്ളം ചോർന്നൊലിക്കുന്ന ആരും ധരിക്കരുത്. സാധാരണ ഒരു റിസർവോയർ ഏരിയ, റിസർവോയർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഡാം. ഡാം എന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ, ഇംപെർവിയസ് ആണ്. അതിൽ കൂടെ ഒന്നും കടന്നു പോവില്ല, വെള്ളവുമില്ല വായുവും പോവില്ല. അതുപോലെ ഒരു ഇംപെർവിയസ് ബേസിനിലാണ് ഈ മുല്ലപ്പെരിയാർ ആയാലും ഇടുക്കി ആയാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ 10-11 അണക്കെട്ടുകളും ജലാശയങ്ങളും ആയാലും ഒരിടത്തും വെള്ളം താഴോട്ട് പോയി നഷ്ടമാവുമെന്ന് ഭയപ്പെടുകയേ വേണ്ട.
അങ്ങനെ അണയെ ദുർബലപ്പെടുത്താതിരിക്കാനുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് ആ പെർമിയബിലിറ്റി പൊറോസിറ്റി ഓഫ് റിസർവോയർ ഏരിയ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡാമിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത്. അതായത് ഒരു വാട്ടർ ടൈറ്റ് ബേസിനാണ് എല്ലാ റിസർവോയറും. നമുക്കെല്ലാം പറയാം അവിടുന്ന് ചോർന്നൊലിക്കുന്നു ഇവിടുന്ന് ചോർന്നൊലിക്കുന്നു. ഇത് വെറും അവാസ്തവമാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് ഒരു വാട്ടർ ടൈറ്റ് ബേസിനിലാണ് നമ്മൾ റിസർവോയർ വയ്ക്കുന്നത്. അണ എന്താണ്? അണയുടെ പ്രത്യേകത അതും ഒരു മാസീവ് ലോഡാണ് അവിടെ കൊണ്ടുവെക്കുന്നത്. ആ ഭാരത്തിനെ തള്ളി മാറ്റാൻ വെള്ളത്തിൻ്റെ പ്രഷർ എന്തായാലും ആ റിവർ വാലിയിൽ നിന്ന് FRL വരെ വെള്ളമുണ്ടല്ലോ. ഈ വെള്ളത്തിന് ഭീമമായ പ്രഷറുണ്ട്. ഈ പ്രഷറിനെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു വാളാണ്, ഒരു വലിയ ചുവരാണ്. അതിൻ്റെ ഡിസൈൻ തന്നെ ഡിഫറെൻ്റാണ്. നമ്മൾ ചുവര് കിട്ടുന്ന പോലെ അല്ല. ഒരു വശം സ്റ്റീപ്പായിട്ടും മറുവശം ഒരു സ്ലോപ്പായിട്ടും ആ പ്രദേശം തന്നെ 1 യൂണിറ്റിന് 500 യൂണിറ്റ് എന്നുള്ള മട്ടിൽ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ജിയോ ടെക്നിക്കൽ എൻജിനീയറിംഗ് സ്റ്റഡീസ് ചെയ്തിട്ടാണ് ആ പറയുന്ന ഡാമിൻ്റെ പൊസിഷൻ കൊണ്ടുവെക്കുന്നത്. ഡാമിൻ്റെ ഫൗണ്ടേഷൻ, ഡാമിൻ്റെ ബേസ്മെൻറ്റ്, പിന്നെ അപ്പർ സ്ട്രക്ചർ. അതുകൊണ്ട് പിന്നെ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ അവിടെയും ഇതുപോലെ പരിശോധനയുണ്ട്. വെള്ളം വാർന്നു പോകുന്നതാണോ? കാരണം ഒരു വശത്ത് വെള്ളം പൊങ്ങി നിൽക്കുകയും മറുവശത്ത് വെള്ളമില്ലാതെ റിവർ ഫ്ലോർ ആണെങ്കിൽ ഇടയിലാണ് നമ്മൾ ഈ അണ കെട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വാട്ടർ ലീക്ക് സബ്സർഫസിലുണ്ടെങ്കിൽ ഒരു ഫിനോമിനൻ തന്നെയുണ്ട്, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദി ഡാം. അതായത് ഡാമിനെ പൊക്കിയെടുത്ത് അതാണ് അപ്ലിഫ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത്തരം അപ്ലിഫ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദ്യം നമ്മൾ വയനാട്ടിൽ ഇന്നലെ വരെ സംസാരിച്ച പോർ വാട്ടർ പ്രഷറാണ്. അതായത് ഈ ഡാമിൻ്റെ ഫൗണ്ടേഷനിലോ ഡാമിൻ്റെ അപ്സ്ട്രീമിലോ താഴോട്ട് വെള്ളം വാർന്നു പോകാനുള്ള സാധ്യത ഒട്ടുമില്ലെന്ന് നിർണയപ്പെടുത്തിയിട്ടാണ് ഈ റിസർവോയർ ഏരിയയും ആ ഡാം സൈറ്റും നമ്മൾ തീരുമാനിക്കുന്നത്. അത്തരം സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ്, അല്ല വെറുതെ നമ്മൾ ഈ പറയുന്ന തടയണ കെട്ടുന്ന പോലെ അല്ല. പക്ഷേ അതിനൊരു കാലപ്പഴക്കമില്ലേ സാർ? ഈ 127 വർഷം എന്നൊക്കെ പറയുമ്പോഴാണ് ആ പ്രശ്നം. കാലപ്പഴക്കമുണ്ട്, പിന്നെ സുർക്കിയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, കാലപ്പഴക്കവും സുർക്കിയും. കാലപ്പഴക്കം ശരിയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഇതിനേക്കാളും എത്രയോ പ്രായമുള്ള വയസ്സായ എത്രയോ മേജർ ഡാംസ് ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. ഈ നമ്മൾ സുർക്കി വെച്ച് കെട്ടി അതുകൊണ്ട് ഇത് ഇടിഞ്ഞു പോവും ധരിക്കരുത്. കാരണം ഈ സുർക്കി കെട്ടിയത് പോലും ഒരു എൻജിനീയറിംഗ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞ് അതിനെ റീഎൻഫോഴ്സ് ചെയ്തു. അതിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിൽ കവർ കൊടുത്തു, അപ്സ്ട്രീം സൈഡിൽ കവർ കൊടുത്തു ആ സ്ട്രക്ചറിന്. അത് അന്നത്തെ ആശങ്ക പരിഹരിക്കാനാണ്. നമുക്ക് ഒരു കാര്യം മലയാളികൾക്കും ഗവൺമെൻറ്റിനും ആവശ്യപ്പെടാം, തമിഴ്നാട് സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും. അതായത് ഈ പറഞ്ഞ 145 കുറയ്ക്കണം. അതിനെന്താ വഴി? ഇന്നത്തെ പരിപാടി ഒന്നും നടക്കില്ല. ഇന്ന് നമ്മൾ പറയുന്നത് ആ പറയുന്ന ഷട്ടറങ്ങ് പൊക്കി കഴിയുമ്പോൾ പിന്നെ 125 110 പോയി നിൽക്കും. അതൊന്നും വേണ്ട. ഈ വെള്ളം നമ്മുടെ ആ വെള്ളം എവിടെ പോകുന്നു? തീർച്ചയായിട്ടും ഇടുക്കി റിസർവോയർ വരും. പക്ഷേ നമ്മൾ ആവശ്യപ്പെടേണ്ടത് നമ്മുടെ ബഹുമാന്യനായ ശ്രീധരൻ സാറ് പറഞ്ഞതുപോലെ ഒരു ടണൽ ഈ റിസർവോയർ മുല്ലപ്പെരിയാർ റിസർവോയറിൻ്റെ ബേസിൽ ഒരു 50 അടി ആഴത്തിൽ ഒരു ടണൽ പണിയണം തമിഴ്നാട്ടിലേക്ക് ഡയറക്ഷനിലേക്ക്. അവർ തമിഴ്നാട്ടുകാർ വേണമെങ്കിൽ ആ വെള്ളം കെട്ടി നിർത്താനായിട്ട് അവരാണ് ഒരു അണ പണിയിട്ടെ, ഒരു സംശയമില്ല. അപ്പോൾ നമുക്കെന്താ അഡ്വാൻറ്റേജ്? ഒരു ടണൽ പണിഞ്ഞ് ഫങ്ഷണലാക്കിയാൽ ഒരു കാരണവശാലും അത് അടയ്ക്കാൻ നോക്കില്ല. അതൊന്ന്. രണ്ട്, ഈ നമ്മൾ പഴയ കാലത്ത് ചെങ്കോട്ട പാതയിലേക്ക് റെയിൽ റോഡിലുള്ള തമരടിച്ച് മരുന്ന് വെച്ച് പൊട്ടിക്കുകയല്ല ഈ ടണൽ ബോറിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് 10 അടി ഡയാമീറ്ററിൽ ടണൽ വേണമെന്നൊരു തീരുമാനമെടുത്താൽ 10 അടി ഡയാമീറ്ററിലെ ഡ്രില്ല് ബിറ്റുള്ള ഒരു മെഷീൻ തയ്യാറാക്കി തരാൻ ലോകത്ത് എത്ര കമ്പനി ഉണ്ടെന്നറിയാം. കാശ് കൊടുക്കണം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരത്തേക്ക് 9ഓളം കിലോമീറ്റർ ഒരു ടണൽ വരാൻ പോവുകയാണ്. ടണൽ കട്ടൻ ഫില്ലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പഴയ കാലത്ത്. ഇപ്പോൾ ആ പ്രശ്നമേ ഇല്ല. ടണൽ ബോറിങ്ങിന് ഇപ്പം 20 അടി ഡയാമീറ്റർ
20 അടി ഡയാമീറ്ററുള്ള ബിറ്റുള്ള ഒരു ടണലിൻ്റെ ഒരു ബിറ്റുള്ള ഒരു മെഷീനുണ്ട്. ഒരു പ്രയാസമില്ല. അതിൻ്റെ സ്പീഡ്, ഈ പ്രകമ്പനമില്ല, വെടിവെക്കണ്ട, കമരടിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് പുതിയ ഇങ്ങനെ കറക്കി എടുത്താൽ മതി. പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട്.